വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് CPM-ലെ ആരും പറയുന്നതായി താൻ കേട്ടിട്ടില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒടുവിലത്തെ പ്രതികരണം. SDPI വോട്ട് വാങ്ങുമോ എന്ന ചോദ്യത്തിന് വോട്ടർ പട്ടികയിൽ ആരുടെയും പേര് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നില്ലല്ലോ എന്ന മറുപടിയും. മീഡിയ വൺ തീപ്പാർ മണ്ഡലത്തിലായിരുന്നു ശിവൻകുട്ടിയുടെ ഈ പ്രതികരണം. നേമത്ത് SDPIയുടെ വോട്ട് താങ്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെ SDP എന്നും കോൺഗ്രസ് BJP എന്നും എഴുതിയിട്ടില്ലല്ലോ. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു എല്ലാവരുടെയും പേരും വീട്ടുപേരും ഒക്കെ എഴുതിയിട്ടില്ല. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെ എല്ലാവരും വോട്ട് ഞാൻ വാങ്ങും. സംഘടനാ തലത്തിൽ അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങളിലോ എൻ്റെ കാര്യങ്ങളിലൊന്നും വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയല്ലേ വോട്ട് ചെയ്യുന്നത്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും CPM സാധാരണ വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. എനിക്ക് ഓർമ്മയില്ല. നേമത്ത് മുഹമ്മദ് നൗഫൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം. നൗഫൽ, ഗുഡ് മോർണിംഗ്. വി ശിവൻകുട്ടിയെ പോലെ ഒരു നേതാവ് SDP ഡീലിൻ്റെ കാര്യത്തിലൊക്കെ ഇത്രയും ദുർബലമായ ഒരു പ്രതികരണം നടത്തുന്നത് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടേയില്ല. അപ്പോൾ SDPI ബാന്ധവത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം നിസ്സഹായമായൊരവസ്ഥയിലാണ് ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കളുള്ളത്? അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ എങ്ങനെ നമ്മൾ വായിച്ചെടുക്കണം നൗഫൽ? തന്നെ ശിവൻകുട്ടി വളരെ കൃത്യമായി അദ്ദേഹം SDPIയുടെ വോട്ട് വാങ്ങുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ടാക്ടിക്കലായി മറുപടി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് SDPIയുടെ വോട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ SDPIയുടെ വോട്ട് അല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ വോട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ, എല്ലാവരുടെ വോട്ടും താൻ വാങ്ങും എന്നാണ്. അതായത് SDPIയുടെ വോട്ട് വാങ്ങും എന്ന് തന്നെയാണ്. നമുക്കറിയാം, നേമത്ത് BJP ജയിക്കാതിരിക്കാൻ SDPI വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക എന്നുള്ളതാണ് SDPI കഴിഞ്ഞ തവണയും സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തവണയും അവർ വി ശിവൻകുട്ടി ജയിക്കുമെന്നുള്ള ധാരണയിൽ ശിവൻകുട്ടിക്ക് തന്നെ വോട്ട് ചെയ്യാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ ശിവൻകുട്ടിയുമായും SDPIയുമായും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അക്കാര്യം നമുക്കങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും SDPIയുടെ വോട്ട് ഇത്തവണ LDF-ന് തന്നെയാണ് നേമത്ത് എന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, വർഗീയവാദികളുടെ വോട്ട് വാങ്ങില്ല, അത് വേണ്ട എന്ന് CPM പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഏതൊരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല എന്ന് പറയുന്നത് പോലെ ആണ് എനിക്ക് തോന്നിയത്. ഏതായാലും വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പോലും ശക്തമായി പറയാൻ വി ശിവൻകുട്ടി തയ്യാറാകുന്നില്ല. അതായത് നേമത്ത് അദ്ദേഹം വിജയിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നതിന്റെ ഭാഗമായി SDPIയുടെ വോട്ട് കൂടി വാങ്ങുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്.